എല്ലാവർക്കും വീക്കിൻ എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. ചാനലിനകത്ത് പ്രത്യേകമായിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജോബ് ഇവാലുവേഷൻ എന്നുള്ളത്. ആ ജോബ് ഇവാലുവേഷന് ബന്ധപ്പെട്ടിട്ടുണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജോബ് ഇവാലുവേഷൻ്റെ മെത്തേഡ്സുകളാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. പരമാവധി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മെത്തേഡ്സിലേക്ക് കടക്കാം. ജോബ് ഇവാലുവേഷൻ്റെ മെത്തേഡ്സാണ് പറയുന്നത്. ദർ ആർ ടു മെത്തേഡ് ജനറലി യൂസ്ഡ് ഫോർ ജോബ് ഇവാലുവേഷൻ, നെയിംലി ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. എക്സാമിന് ഒരു എസ്എ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനകത്തൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അതോടൊപ്പം തന്നെ PSC റിലേറ്റഡ് ക്വസ്റ്റ്യനകത്തും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് റാങ്കിങ്, അതോടൊപ്പം തന്നെ ജോബ് കമ്പാരിസൺ മെത്തേഡ് ഉണ്ട്. രണ്ടാമത്തെ ജോബ് ഗ്രേഡിംഗ് ആണ് നെക്സ്റ്റ് ഉള്ളത്. റാങ്കിങ് എന്ന്, ദെൻ ഗ്രേഡിംഗ് എന്നുള്ളത്, ദെൻ അതിനകത്തുള്ള ഓരോ മെത്തേഡായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിനകത്തുള്ള റാങ്കിങ് മെത്തേഡ്, ഗ്രേഡിംഗ് മെത്തേഡ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനകത്തുള്ള പോയിൻ്റ് മെത്തേഡ്, ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്, അങ്ങനെയുള്ള മെത്തേഡൊക്കെയാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് അതിൽ ഒന്നാമത്തെയാണ് റാങ്കിങ് മെത്തേഡ് എന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, ഏറ്റവും ഓൾഡസ്റ്റ് മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ജോബിനെയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഇൻ ദ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിൻ്റെ അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. ആ കമ്മിറ്റി എന്ത് ചെയ്യുന്നു, ആ ജോബിന് റാങ്ക് നിശ്ചയിക്കുന്നു. അതാണ് എന്ത് പറഞ്ഞാൽ റാങ്കിങ് എന്ന് പറഞ്ഞാൽ. സെവറൽ എക്സിക്യൂട്ടീവ്സ് ഓഫ് ഓർഗനൈസേഷൻസ് വിൽ ബി ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അതായത് ഒരു ഓർഗനൈസേഷനകത്തുള്ള പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ്സൊക്കെ മെമ്പറായിട്ടുള്ള കമ്മിറ്റി നിശ്ചയിക്കുന്ന റാങ്ക് ആണ് ഇവിടെ ഈ ഒരു മെത്തേഡിനകത്ത് എന്ത് ചെയ്യുന്നത്, ജോബിന് ഇടുന്നത്. ജോബ് റാങ്ക്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് വിത്തൗട്ട് കൺസിഡറിങ് എനി സ്പെസിഫിക് ഫാക്ടേഴ്സ്. ജോബ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, അതിനെ റാങ്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. റാങ്കിങ് മെത്തേഡിനകത്ത് കുറച്ച് സ്റ്റെപ്പുകൾ ഈ ഒരു മെത്തേഡിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെയാണ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇതിനെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ടു റാങ്ക് ജോബ് ഈസിലി എ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് ടു ബി പ്രിപ്പയർഡ് ഫോർ എവറി ജോബ്. എല്ലാ ജോബിനകത്തും എന്ത് ചെയ്യുന്നു, ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുന്നു. ഈ ജോബ് ഈസ് ഗിവൺ എ റാങ്ക് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, റാങ്ക് നിശ്ചയിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മാത്രമാണ് ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് വരുന്നത്. ദെൻ രണ്ടാമത്തെയാണ് കീ ജോബ് ആൻഡ് ഇറ്റ്സ് റേറ്റിംഗ്. കീ ജോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബുകളാണ് കീ ജോബ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഓഫ് ഓൾ റേറ്റിംഗ് ഓഫ് ദ കീ ജോബ്സ് ഇൻ മേജർ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഡൺ. കീ ജോബിന് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് റേറ്റ് ചെയ്യുന്നു. ദ റേറ്റിംഗ് ഓഫ് അതർ ജോബ്, കീ ജോബ് റേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, മറ്റ് ജോലികൾ എന്ത് ചെയ്യുന്നു, റേറ്റ് ചെയ്യുന്നു. ദ കീ ജോബ്സ് ആർ ടേക്കൺ ആസ് എ ബേസ് എടുത്തുകൊണ്ട് റാങ്കിങ് ഓഫ് അതർ ജോബ്സ് ആർ ഡൺ ബൈ കമ്പയറിങ് വിത്ത് ദ കീ ജോബ്. കീ ജോബിനെ കമ്പയർ ചെയ്തുകൊണ്ട് എന്താണ് മറ്റ് ജോബുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കീ ജോബ്സിനെ ബേസാക്കി എടുത്തുകൊണ്ട് മറ്റ് ജോബുകളും എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. ദെൻ ജോബ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ജോബ് ഗ്രേഡിംഗ് എന്നുള്ള ജോബ് ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് വരുന്നത്. ജോബ് ക്ലാസിഫിക്കേഷൻ ഇസ് മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് റാങ്ക്സ് ആർ അസൈൻ ടു ഈച്ച് ജോബ്. ഈ ജോബിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ള ഭാഗം ഇതിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇതല്ലെങ്കിൽ റാങ്കിങ് മെത്തേഡിനകത്ത് വരുന്ന സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ദെൻ ഈ ഒരു മെത്തേഡിനകത്ത് കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് സ്റ്റഡീസ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് റാങ്ക് ദ ജോബ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി നിശ്ചയിക്കുന്ന റാങ്ക് എന്ത് ചെയ്യുന്നു, ആ ജോബിന് റാങ്ക് നിശ്ചയിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത്.
ദെൻ ഈ ഒരു റാങ്കിങ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് മെത്തേഡാണ്. ഇവിടെ റാങ്ക് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഓരോ മെത്തേഡിനകത്തും ഇതിനകത്ത് ഓരോ ജോബും നമ്മൾ എന്ത് ചെയ്യുന്നത് റാങ്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള മെത്തേഡാണ്. ടൈം ടേക്കൺ ഫോർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ സമയം തന്നെ കുറച്ച് സമയം മാത്രം മതി. പേപ്പർ വർക്കൊക്കെ കുറവാണ്. അങ്ങനെയുള്ള വളരെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് എന്താണ് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡല്ല. ചെറിയ കൺസേൺ ആണെങ്കിൽ മാത്രം ഇങ്ങനെ കുറേ ജോബുകൾ ഒരുപാട് ജോബുകളുണ്ടെങ്കിൽ നമുക്കതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം റാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തൊരു ശാസ്ത്രീയമായിട്ടൊരു വശങ്ങളും ഇതിനകത്തില്ല. കാരണം നമ്മളെന്ത് ചെയ്യുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അലോട്ട് എ റാങ്ക് ഫോർ എ ന്യൂ ജോബ് ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നുള്ളത് ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നു. ദ ആർബിട്രറി റാങ്കിങ് വിൽ ബി ഓപ്പോസിറ്റ് ബൈ ദ എംപ്ലോയീസ്. ചിലപ്പോൾ എന്താണ് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഓപ്പോസിഷൻ ഇതിന് ഉണ്ടായേക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മെത്തേഡ് ജോബ് ഇവാലുവേഷനകത്ത് അതിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് വരുന്ന റാങ്കിങ് മെത്തേഡാണ് നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. റാങ്കിങ് മെത്തേഡിനെ തന്നെയാണ് ജോബ് കമ്പാരിസൺ മെത്തേഡ് എന്ന് കൂടി പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്നുള്ളത്. ജോബ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ എന്താണ് ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം നമുക്ക്. അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് ജോബ് ഈസ് അലോട്ടഡ് എ ഗ്രേഡ്. നമ്മൾ നേരത്തെ റാങ്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് ഗ്രേഡാണ് നിശ്ചയിക്കുന്നത്. ദ കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്സ് ഗോസ് ത്രൂ ഈച്ച് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് കെയർഫുള്ളി വെയ്റ്റ്സ് ഇറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് സർട്ടൻ ഫാക്ടേഴ്സ് ലൈക്ക് സ്കില്ല്, റെസ്പോൺസിബിലിറ്റി, എക്സ്പീരിയൻസ്, ടൈപ്പ് ഓഫ് വർക്കേഴ്സ്, ഇങ്ങനെയുള്ള പല പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ജോലിക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ല്, അതിൻ്റെ അതോടെ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ആ ജോലിയുടെ സ്വഭാവം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മെത്തേഡിനകത്ത് എന്ത് ചെയ്യുന്നത് ഗ്രേഡ് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ദ കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ഗോസ് ത്രൂ ദ ഈച്ച് ഡിസ്ക്രിപ്ഷൻ കെയർഫുള്ളി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് നിശ്ചയിക്കുന്നു. ദെൻ ദ പർട്ടിക്കുലർ ഗ്രേഡ് ഈസ് അസൈൻഡ് ഫോർ ഈച്ച് ജോബ്. എല്ലാ ജോലിക്കും എന്ത് ചെയ്യുന്നത് പർട്ടിക്കുലർ ഗ്രേഡ് എന്നുള്ളത് അസൈൻ ചെയ്യുന്നു. ഫോർ ഈച്ച് ഗ്രേഡ് ഓർ ക്ലാസ് ദർ വിൽ ബി പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് വേജ്. ഇന്നൊരു ഗ്രേഡ് ആണെങ്കിൽ അതിന് ഇത്ര ആയിരിക്കും അതിനുള്ള വേജസ് എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വേജസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 5 ടൈപ്പ് ഗ്രേഡാണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യും ഒരു ഗ്രേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡിനകത്ത് ഉൾപ്പെടുന്ന വർക്കാണെങ്കിൽ അതിനുള്ള റേറ്റ് ഇത്രയാണ്. ആ ജോബിനുള്ളതാണ് റേറ്റ് ഓഫ് വേജസ് എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ജോബ് മേ ബി ഗ്രേഡഡ് ആസ് സ്കിൽഡ്, അൺസ്കിൽഡ്, റൂട്ടീൻ, അഡ്മിനിസ്ട്രേറ്റീവ്, അങ്ങനെ പല രീതിനകത്തും എന്ത് ചെയ്യും ജോലിയെ ഗ്രേഡ് ചെയ്യപ്പെടാം. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള സ്റ്റെപ്പുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ റാങ്കിങ് മെത്തേഡ് പറയുമ്പോൾ കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേഡിങ് ചെയ്യുമ്പോൾ എന്നുള്ള ജോബ് ഗ്രേഡിങ്ങിനകത്ത് വരുന്ന സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ എന്താണ് ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് കൊടുക്കുന്നത് ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. കീ ജോബ് എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നു. ഏറ്റവും മേജർ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ജോബുകളാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള കീ ജോബുകൾ സെലക്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബുകൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ എ ഗ്രേഡ് ഈസ് അസൈൻ ഫോർ ഈച്ച് കീ ജോബ്. ഈ ഓരോ കീ ജോബിനും എന്ത് ചെയ്യും ഗ്രേഡ് എന്ത് ചെയ്യും അസൈൻ ചെയ്യുന്നു. ഓൾ ജോബ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഗ്രേഡ് അല്ലെങ്കിൽ വേജസ്. പ്രീ ഡിറ്റർമിൻഡ് ഗ്രേഡിൻ്റെയും വേസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ജോബിനെ ക്ലാസിഫിക്കേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോബ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഇസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്. ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, പക്ഷേ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ടൈം അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം വളരെ കുറച്ച് ഈ ഒരു മെത്തേഡിനകത്തും ആവശ്യമായിട്ടുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജ് ഈ ഒരു മെത്തേഡിനകത്ത് പറയുന്നുണ്ട്. ദെൻ ദ ഇൻസ്റ്റലേഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ദർ ഈസ് നോ മച്ച് ഡിഫിക്കൽട്ടി ഫോർ അസൈനിങ് ഗ്രേഡ് ഫോർ ടു എ ന്യൂ ജോബ്. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. ദെൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റാങ്കിങ് മെത്തേഡ് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്മോൾ കൺസേൺ മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ട്, ലാർജ് കൺസേൺ ഇത് അപ്ലിക്കബിൾ ആവണമെന്നില്ല. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടാസ്ക് ടു പ്രിപ്പയർ
ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജോബ് ഡിസ്ക്രിപ്ഷൻ ആദ്യം പ്രിപ്പയർ ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പാണെന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്നല്ല. പക്ഷേ ആ ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അതിനകത്ത് പറയുന്നത്. ദെൻ ദ എക്സിസ്റ്റിംഗ് വേജ് റേറ്റ്സ് വിൽ അഫക്റ്റ് ദ ഗ്രേഡിംഗ് ഓഫ് ജോബ്സിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എക്സിസ്റ്റിംഗ് വേജ് റേറ്റ് എന്നുള്ളത്. ഗ്രേഡിംഗ് ഇസ് ഡൺ ഓൺ ദ ബേസ് ഓഫ് ജഡ്ജ്മെൻറ്റ്, സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ബയാസ് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഒരു മെത്തേഡിനകത്തുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് മെത്തേഡിനകത്ത് വരുന്ന ഗ്രേഡിംഗ് മെത്തേഡിനകത്തുള്ള കുറച്ച് ലിമിറ്റേഷൻസ് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്നുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനകത്ത് വരുന്ന ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് പോയിൻ്റ് മെത്തേഡ് എന്നുള്ളത്. എന്താണ് പോയിൻ്റ് മെത്തേഡ് എന്നുള്ളത് നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ഓക്കെ, ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറഞ്ഞാൽ പോയിൻ്റ് മെത്തേഡ് എന്നുള്ള ഈ ഒരു മെത്തേഡിനകത്ത് ഫെയർ വേജസ് ആർ ഡിറ്റർമിൻഡ് ആഫ്റ്റർ അനലൈസിങ് ദ ജോബ്സ് വർത്ത് ഇൻ ഡീറ്റെയിൽ. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ജോബിൻ്റെ വർത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം വേജസ് നിർണ്ണയിക്കുന്ന ആ ഒരു രീതിയാണ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ്, ഈ പോയിൻ്റ് മെത്തേഡിനകത്തുള്ള കുറച്ച് പ്രൊസീജിയേഴ്സാണ് നമ്മൾ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു കുറച്ച് പ്രൊസീജിയേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളത്. 7 പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ നേരത്തെ 2 മെത്തേഡിനകത്തും പറഞ്ഞിട്ടുള്ള എന്താണ്, ആദ്യം എന്ത് ചെയ്യുക, ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ ജോബ്സ് ആർ ഡിറ്റർമൈൻഡ്. അതായത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ ഘടകങ്ങളാണ് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ള ആ ഫാക്ടേഴ്സ് എന്തെങ്കിലും നിശ്ചയിക്കുക എന്നുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ദെൻ പോയിൻറ്റ്സ് ആർ അലോട്ടഡ് ടു ദിസ് ഫാക്ടർ. അതായത് ആ ഫാക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സിനെയും ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയും എന്ത് ചെയ്യുക, അതിന് പോയിൻ്റ് അലോട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് വരുന്നത്. ദെൻ റേറ്റ് ഈച്ച് ജോബ് ഫാക്ടർ വൈസിനെ നമ്മൾ ജോബിനെ എന്ത് ചെയ്യുക, റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അഞ്ചാമത്തെ പോയിൻറ്റ് ഗെറ്റ് ഫോർ ഈച്ച് ഫാക്ടർ ഇൻ എ ജോബ് ആർ ആഡഡ് ടുഗദർ. നമ്മളെന്ത് ചെയ്യുന്നു, ആ പോയിൻറ്റ്സൊക്കെ മൊത്തത്തിൽ ആഡ് ചെയ്യുന്നു. ഒരു ജോബിന് കിട്ടിയിട്ടുള്ള ഓരോ ഫാക്ടറിനകത്ത് കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്യുന്നു. ഓൾ ജോബ്സ് വിത്ത് മോർ ഓർ ലെസ് സെയിം പോയിൻറ്റ്സ് ആർ ഗ്രേഡഡ് ഇൻ ടു 1. അതായത് ഏകദേശം ഒരേ ഗ്രേഡുകളിൽ പോയിൻ്റ് കിട്ടിയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു രീതിനകത്ത് ഗ്രേഡ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിക്സ് വേജ് റേറ്റ് ഓൺ ദ ബേസ് ഓഫ് ടോട്ടൽ പോയിൻറ്റ് ഒബ്റ്റെയിൻ ഫോർ ഈച്ച് ജോബ് ഓൺ ദ ബേസ് ഓഫ് റേറ്റ് ഫിക്സഡ് ഫോർ ഈച്ച് ഫാക്ടർ. അതായത് ഒരു ജോലി കിട്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള പോയിൻ്റ് എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, വേജ് റേറ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. അതാണ് എന്ത് പറഞ്ഞാൽ പോയിൻ്റ് മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് മെത്തേഡിനകത്ത് നമുക്കതിൻ്റെ പോയിൻ്റ് മെത്തേഡിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ജോബ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജോബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്കില്ല്, അതിനകത്തുള്ള എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇനീഷ്യേറ്റീവ്, റെസ്പോൺസിബിലിറ്റി, മെൻ്റൽ, ഫിസിക്കൽ എഫേർട്സ്, വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബാഡ്, ആവറേജ്, ഗുഡ്, അങ്ങനെയുള്ള വർക്കിംഗ് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജോലിയെ ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത്. ദെൻ ഈ ഒരു മെത്തേഡിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് മെത്തേഡിനകത്തുള്ള മെറിറ്റ്സ് എഫിഷ്യൻസി എൻഷുർ ചെയ്യുന്ന മെത്തേഡാണ്. ഇറ്റ്സ് മോർ ഇഫക്റ്റീവ് മെത്തേഡ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറഞ്ഞ് ലാർജ് കൺസേൺ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ 2 മെത്തേഡ് പറഞ്ഞത് ഏതിന് സ്യൂട്ടബിൾ അല്ല, ലാർജ് കൺസേൺ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡല്ല, സ്മോൾ കൺസേൺ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പം ഇത് എന്താണ്, ലാർജ് കൺസേൺ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ് ഈസ് എൻ ഒബ്ജക്റ്റീവ് മെത്തേഡാണ്. ഡിഫറൻസ് ഇൻ വേജ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ന്യൂമറിക്കലി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ന്യൂമറിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ദ റെസിസ്റ്റൻസ് ഫ്രം ലേബർ യൂണിയൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ദെൻ ദർ ഇസ് നോ പ്ലേസ് ഫോർ പേഴ്സണൽ പ്രജുഡൈസ് ഓർ ബയാസ്. ഇത് വ്യക്തികളുടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ എന്താണ് ബയാസ്, പ്രജുഡൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു മെത്തേഡിനകത്ത് കുറവാണ്. ഓക്കെ, നമ്മൾക്ക് ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണെന്ന് ആദ്യം കൃത്യമായി മനസ്സിലാക്കുക. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്.
അതുപോലെ തന്നെ ന്യൂമറിക്കൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇവിടെ ന്യൂമറിക്കലി എക്സ്പ്ലൈൻഡ് ന്യൂമറിക്കലി, വേജസ് ക്യാൻ ബി എക്സ്പ്ലൈൻഡ് ന്യൂമറിക്കലി. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്യുറസി എൻഷുർ ചെയ്യുന്നു, ദെൻ മോർ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡാണ്. ഓക്കെ, നമ്മൾ മെറിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് എക്സ്പെൻസീവ് മെത്തഡാണെന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തഡാണ്. ഇത് ഡിറ്റർമിനേഷൻ ഓഫ് സെലക്ഷൻ ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഡിഫിക്കൽട്ടി ടെക്ഷൻ ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു മെത്തേഡിൻ്റെ അടുത്തെയാണ് ആവറേജ് വർക്കർ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസിലി. ആവറേജ് വർക്കേഴ്സ് എന്താണ്, ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അതാണെന്ന് പറഞ്ഞാൽ ആവറേജ് വർക്കർ കനോട്ട് ബി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസിലി. ദെൻ എറേഴ്സ് മേ ഒക്കർ ഇഫ് അസൈൻഡ് പോയിൻറ്റ് വാല്യൂസ് ആർ നോട്ട് റിയലിസ്റ്റിക് അല്ല എങ്കിൽ ഇതാണ് ഇവിടെ തെറ്റുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ പോയിൻ്റ് മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മെത്തേഡാണ് പറയുന്നത്. ആ ഒരു ടൈപ്പിനകത്തുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് വരുന്ന ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് കോമ്പിനേഷൻ ഓഫ് റാങ്കിങ് ആൻഡ് പോയിൻ്റ് മെത്തേഡ്. കൃത്യമായി മനസ്സിലാക്കുക, റാങ്കിങ് മെത്തേഡിൻ്റെയും പോയിൻ്റ് മെത്തേഡിൻ്റെയും കോമ്പിനേഷനാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. വൺ ബൈ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദിസ് സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബൈ E.G. Beng in 1926 ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് പ്രകാരം ന്യൂ ജോബ്സ് ആർ സെലക്റ്റഡ് ആസ് എ കീ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ഒരു മെത്തേഡ് പ്രകാരം ഫ്യൂ ജോബ്സ് ആർ സെലക്റ്റഡ് ആസ് കീ ജോബ്സ് ആൻഡ് ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ്. അതായത് എല്ലാ ജോബും അല്ല, കുറച്ച് ജോബിന് എന്ത് ചെയ്യുന്നു, കീ ജോബായിട്ട് സെലക്ട് ചെയ്യും, അതിന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദീസ് കീ ജോബ്സ് ആർ ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ് അഗെയിൻസ്റ്റ് വിച്ച് അതർ ജോബ്സ് ആർ കമ്പയർഡ്. ഈ കീ ജോബിനെ സ്റ്റാൻഡേർഡായിട്ട് പരിഗണിച്ചുകൊണ്ട് മറ്റ് ജോബുകളെ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കണ്ടൻസ് ഓഫ് ദ ജോബ്സ് ആർ സ്റ്റെബിലൈസ്ഡ് ഓവർ എ പീരീഡ് വി ക്യാൻ ട്രീറ്റ് ആസ് എ കീ ജോബ്സ്. ഓക്കെ, ആദ്യം നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, റാങ്കിങ് മെത്തേഡിൻ്റെയും പോയിൻ്റ് മെത്തേഡിൻ്റെയും കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ കുറച്ച് ജോബ്സിനെ എടുത്തിട്ട് അതിനെ കീ ജോബായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ദീസ് കീ ജോബ്സ് ആർ ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ്. ആ കീ ജോബിനെ സ്റ്റാൻഡേർഡായിട്ട് പരിഗണിക്കുന്നു. ഇനി അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ജോലികളെ കമ്പയർ ചെയ്യുന്നു. അതാണെന്ന് പറഞ്ഞാൽ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതായത് എഡ്വിൻ ബി ഫ്ലിപ്പോ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു മെത്തേഡ് പ്രകാരം ആ സ്റ്റെപ്പുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു 7 സ്റ്റെപ്പുകളാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. വാരിയസ് ഫാക്ടേഴ്സ് റിലേറ്റഡ് വിത്ത് ജോബ്സ് സെലക്ട്. നമ്മൾ ആദ്യം ഫാക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ കീ ജോബിനെ സെലക്ട് ചെയ്യുന്നു. ഫിക്സ് കറക്റ്റ് റേറ്റ് ഫോർ കീ ജോബിന് കൃത്യമായിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്യുന്നു. റാങ്ക് ജോബ് ഫാക്ടർ അണ്ടർ ഈച്ച് കീ ജോബ്. അതായത് കീ ജോബിന് നമ്മൾ എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. ജോബ് ഫാക്ടർ എന്നുള്ളത് റാങ്ക് ചെയ്യുന്നു. അലോക്കേറ്റ് എക്സാക്റ്റ് റേറ്റ് ഫോർ ഈച്ച് കീ ജോബ് എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് ജോബ്. എക്സാക്റ്റ് എന്താണ്, റേറ്റ് ഫിക്സ് ചെയ്യുന്നു. എന്തിനാണ്, ഈച്ച് കീ ജോബിന്. ഇവാലുവേറ്റ് ഓൾ അതർ ജോബ്സ്, മറ്റ് ജോലികൾ, കീ ജോബ് അല്ലാത്ത മറ്റ് ജോലികളെ ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് കീ ഫാക്ടേഴ്സ് വിച്ച് ഈസ് ടേക്കൺ ആസ് എ യാർഡ് സ്റ്റിക്ക്. നമ്മൾ നേരത്തെ മെഷർമെൻറ്റായിട്ട് എടുത്തിട്ടുള്ള, അളവുകോലായിട്ട് എടുത്തിട്ടുള്ള കീ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ജോലികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഇതിൻ്റെ സ്റ്റേജ് വരുന്നത് ഡിസൈൻ, അഡ്ജസ്റ്റ് ആൻഡ് ഓപ്പറേറ്റ് വേജ് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പിന് വരുന്നത്. ഇത് എഡ്വിൻ ബി ഫ്ലിപ്പോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ള ജോബ് ഇവാലുവേഷൻ്റെ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡിനകത്തുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി the number of factors to be used in this method is 5 or more. അതായത് 5 അതിലധികമോ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് എന്നാണ് സ്കില്ല്, റെസ്പോൺസിബിലിറ്റി, വർക്കിംഗ് കണ്ടീഷൻസ്, ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ്, മെൻ്റൽ റിക്വയർമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നുണ്ടാവുക. ദെൻ
ഇറ്റ് ഈസ് മോർ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ദിസ് മെത്തേഡ്സ് ഗീവ്സ് റിലയബിൾ റിസൾട്ട്സ് തരുന്ന മെത്തേഡാണ്. മോർ അക്യുറേറ്റ് ജോബ് ഇവാലുവേഷൻ മെത്തേഡാണ്. ഫ്ലെക്സിബിലിറ്റി പോസ് ചെയ്യുന്ന മെത്തേഡാണ്. നമ്പർ ഓഫ് ഫാക്ടർ കൺസിഡേർഡ് ആസ് കീ ഫാക്ടേഴ്സ് ഇസ് ലിമിറ്റഡ്, സോ ഇറ്റ് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഓവർലാപ്പിംഗ് വരാനുള്ള സാധ്യത അത് ചെയ്യുന്നു ഇവിടെ കുറയ്ക്കാൻ സാധിക്കുന്നു. റേറ്റിംഗ് ഓഫ് ന്യൂ ജോബ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് വൺ. പുതിയ ജോലി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് മെറിറ്റ്സ് പറയുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി മെത്തഡാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കെന്താണ് ഏറ്റവും റിലയബിളാണ്, പക്ഷേ കോസ്റ്റ്ലി മെത്തഡും കൂടിയാണ്. ഇത് കൺസിഡർഡ് ആസ് എ കോംപ്ലിക്കേറ്റഡ് മെത്തഡ്, സോ ദ ലേബർ യൂണിയൻസ് ചിലപ്പോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം മറ്റ് മെത്തഡൊക്കെ ആകുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ് 2 മെത്തഡുകളുടെ കോമ്പിനേഷനൊക്കെയാണ്. പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള മെത്തഡാണ്. അപ്പോൾ അത് ട്രേഡ് യൂണിയൻസ് എന്നുള്ളത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തുകൊള്ളണമെന്നില്ല. then it is difficult task to allot the due weightage for each factor. എല്ലാ ഫാക്ടേഴ്സിനും നമുക്ക് വെയിറ്റേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Then job evaluation is done by experts, so the top management has to depend on the service of experts for conducting the job evaluations. കാരണം ഇത് ആ ഒരു മാനേജ്മെൻറ്റ് ചിലപ്പോൾ ചെയ്യണം പറ്റണമെന്നില്ല. കാരണം ജോബ് ഇവാലുവേഷൻ ചെയ്യുന്ന എക്സ്പേർട്ടാണ് ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പേർട്സിനെ അവർ എന്ത് ചെയ്യണം, ജോബ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് അവരുടെ സഹായം തരേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോബ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ജോബ് ഇവാലുവേഷൻ മെത്തേഡിനകത്ത് ജോബ് ഇവാലുവേഷൻ്റെ മെത്തേഡ്സിനകത്ത് വരുന്ന റാങ്കിങ് മെത്തേഡ് പറഞ്ഞു. ദെൻ ജോബ് കമ്പാരിസൺ മെത്തേഡ് മാറിപ്പോയത്. ജോബ് കമ്പാരിസൺ ഉണ്ട്, ഫാക്ടർ കമ്പാരിസൺ ഉണ്ട്. റാങ്കിങ് മെത്തേഡ്, ജോബ് കമ്പാരിസൺ, ഫാക്ടർ കമ്പാരിസൺ ഇവിടെ വരുന്നതാണ്. ദെൻ ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്നുള്ളത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് വരുന്ന പോയിൻ്റ് ഫാക്ടർ കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. എല്ലാ ദിവസവും ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പരമാവധി ഈ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.